സ്വന്തം വീടിനുള്ളിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ലെന്ന് തെളിയിക്കുന്ന മറ്റൊരു കേസായിരുന്നു കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം. വീട്ടിൽ ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ നിർണായക തെളിവായ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിക്രമം നടത്താനായി പ്രതി വീട്ടിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. ഇതിനിടയിൽ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ഇയാളാണോ പ്രതിയെന്ന് സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ നിർണായക തെളിവായ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പുലർച്ചെ 2-നും 2:30-നും ഇടയിൽ അതിക്രമം നടത്താനായി പ്രതി വീട്ടിലേക്കെത്തുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. സമീപത്ത് തന്നെയുള്ള വീട്ടിലെ CCTV ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഇതിനിടയിൽ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിടിയിലായ യുവാവ് പീഡന കേസിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്ത ഇയാളുടെ DNA പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. സംഭവം നടന്ന ബുധനാഴ്ച രാവിലെ മുതൽ ഇയാളെ നാട്ടിൽ നിന്ന് കാണാനില്ലായിരുന്നു. ബന്ധുവീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ബുധനാഴ്ച പുലർച്ചെ 3 മണിക്കാണ് പടന്നക്കാട്ട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തുകയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം ഉപേക്ഷിക്കുകയും ചെയ്തത്. മുത്തച്ഛനൊപ്പം വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെയാണ് അക്രമി തട്ടിക്കൊണ്ടുപോയത്. മലയാളത്തിൽ സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളയാളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. 3 DYSPമാരുടെ നേതൃത്വത്തിൽ 25 പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കുട്ടിയുടെ മൊഴിയുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്.